പദത്തിനായി കണക്ക് നിരത്തിയ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് നേതാക്കൾ. 63 പേരിൽ 46 പേരുടെ പിന്തുണ KC വേണുഗോപാൽ പക്ഷം അവകാശപ്പെടുകയാണ്. എന്നാൽ 35 പേരുടെ പിന്തുണയുണ്ടെന്ന് VD സതീശൻ വിഭാഗവും 28 പേരുടെ പിന്തുണയുണ്ടെന്ന് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ളവരും പറയുന്നുണ്ട്. ഉചിതമായ തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. കോൺഗ്രസിന്റെ പുതിയ നിയമസഭാ കക്ഷി യോഗം KPCC ഓഫീസിൽ ചേർന്നു. ആ യോഗം ഐക്യകണ്ഠേന കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറെ നിശ്ചയിക്കാൻ AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസാക്കി. ആ പ്രമേയം KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അവതരിപ്പിച്ചു. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ പ്രമേയത്തെ പിന്താങ്ങി. ഐക്യകണ്ഠേന ആ പ്രമേയം പാസായി. അത് AICCക്ക് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് AICCയുടെ 2 ഒബ്സർവർമാരും ജനറൽ സെക്രട്ടറിയും എല്ലാ MLAമാരെയും ഒറ്റയ്ക്ക് കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. അവർ ഇന്ന് വൈകുന്നേരം ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയി നാളെ ഹൈക്കമാൻഡിന് വിവരങ്ങൾ നൽകുന്നു. ഹൈക്കമാൻഡ് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അറിയിക്കുന്നതാണ്. ഇതിനിടെ നിയുക്ത MLAമാരുമായി AICC നിരീക്ഷകർ നടത്തിയ കൂടിക്കാഴ്ച പൂർത്തിയായി. തീരുമാനം AICC അധ്യക്ഷൻ എടുക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അജയ് മാക്കനും മുകുൾ വാസ്നിക്കും പ്രതികരിച്ചു. We have met all the MLAs, one by one we have met all the MLAs, and before that we had a legislative party meeting and one-line resolution was passed authorizing the Congress leadership, Congress president to take a decision on behalf of the Congress MLAs. Then the leadership wanted us to discuss one-on-one with all the MLAs, which we have discussed, and in the evening we are leaving for Delhi. We'll submit our report. And then we are hopeful that decision will be taken soon. The meeting went on very well. There was an atmosphere of jubilance. Okay, the remarkable victory, the historic victory, which the people of Kerala have given to us, the Congress Party and the entire UDF. It's a matter of great joy. So the meeting was. In this atmosphere that the meeting took place. MLAമാരും നിരീക്ഷകരെ കണ്ടിരുന്നു. അവരുടെ പ്രതികരണങ്ങളും വന്നിരുന്നു. അതിലേക്ക് കേരളത്തിലെ നേതാക്കന്മാരുമായിട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ CLP ലീഡറെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അധികം വൈകാതെ തന്നെ കൈക്കൊള്ളും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് എല്ലാവരും സ്വീകാര്യമായ എല്ലാവരും ഉൾക്കൊള്ളുന്ന കാരണം ജനങ്ങൾ നൽകിയ വലിയ ഒരു വിജയമുണ്ട്. ആ വിജയത്തെ മാനിച്ച് അതിനനുസരിച്ചുള്ള ഉചിതമായ എല്ലാവരെയും ചോദിച്ചതുപോലെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങളെ സ്വീകരിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകും. നമുക്കറിയാലോ, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാരെ ഇഷ്ടപ്പെടുന്ന ഒട്ടേറെ പ്രവർത്തകരുണ്ടാവും. ആ പ്രവർത്തകരൊക്കെ അവരുടെ സ്നേഹപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടാവും. അപ്പം അതിനെ അതാത് സെൻസിലെടുത്താൽ മതി. അതിനൊന്നും അത്ര വലിയ മറ്റൊരു പ്രാധാന്യം കൊടുക്കേണ്ട. പ്രവർത്തകരുടെ വികാരമുണ്ടാവും. പ്രവർത്തകർ പല രീതിയിൽ കാഴ്ചപ്പാടുകൾ ഉള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെ കാഴ്ചപ്പാടുള്ളവർ അവരുടെ സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നുണ്ടാവും. ഞാൻ ഒരൊറ്റ പക്ഷത്തെ നിൽക്കുന്നുള്ളൂ. എൻ്റെ തീരുമാനവും എൻ്റെ പ്രവർത്തനവും അങ്ങനെ തന്നെയാണ്. അത് രാഹുൽ ഗാന്ധിയുടെ പക്ഷമാണ്, വേറൊരു പക്ഷമില്ല. മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിക്കുന്ന 3 നേതാക്കളെയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും AICC നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിക്കും. മുഖ്യമന്ത്രി ആരെന്ന് ഞായറാഴ്ച പ്രഖ്യാപിച്ചേക്കും. ഈ മാസം 15-ന് ശേഷമാകും സത്യപ്രതിജ്ഞ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.